ഇനി നമുക്ക് ഡയമെൻഷൻ ഫോർമുല ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ് നമ്മൾ നോക്കി അല്ലേ. SI സിസ്റ്റത്തിൽ എത്രയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്നതെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഈ സിസ്റ്റത്തിൽ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിറൈവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ആർ കോൾഡ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അവിടെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡയമെൻഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് മാസിന് നമ്മൾ എന്തായിട്ടാണ് കാണിക്കുന്നത്, ക്യാപിറ്റൽ M ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ലെങ്ത് ക്യാപിറ്റൽ L, ടൈം ക്യാപിറ്റൽ T. ഓക്കെ, ക്യാപിറ്റൽ T. അപ്പോൾ MLT. അപ്പോൾ ഇതെന്താണ്, മാസ്, ലെങ്ത്, ടൈം. ഓക്കെ ആണല്ലോ. ഇതാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോടാ, യെസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടിറ്റീസിനെ ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് വോളിയം. നമുക്ക് വോളിയത്തിൻ്റെ ഒന്ന് നോക്കാം. വോളിയം എന്ന് വെച്ചാൽ എന്താടാ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഇപ്പം ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറഞ്ഞാലും ബേസിക്കലി അത് എന്ത് തന്നെയാണ്, ലെങ്ത് തന്നെയല്ലേ അല്ലേ, എല്ലാം ലെങ്ത് തന്നെയല്ലേ. അപ്പോൾ എന്താണ് വരുന്നത്, അപ്പോൾ ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് L ഇൻറ്റു ഡയമെൻഷൻ ഓഫ് L ഇൻറ്റു ഡയമെൻഷൻ ഓഫ് L. എന്ത് വരൂടാ, L3. എന്തുവരൂടാ, L3. മനസ്സിലായില്ലേടാ. ഇനി അടുത്തത്, അപ്പോൾ നമ്മളിത് സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിലാകുമ്പോൾ എന്ത് എഴുതണം, M⁻0, L⁻3, T⁻0. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഡയമെൻഷൻ ഓഫ് വോളിയം. ഡയമെൻഷൻ ഓഫ് വോളിയം എന്ന് വെച്ചാൽ എന്താണ്, V = M⁻0, L⁻3, T⁻0. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? യെസ്. അടുത്ത് നമുക്ക് ഏരിയ നോക്കാം. ഓക്കെ, ഏരിയയുടെ ഡയമെൻഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഏരിയയുടെ ഫോർമുല എന്താണ്? അപ്പോൾ ഫോർമുല നമ്മൾ ആദ്യം എഴുതുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും എന്ത് തന്നെയാണ്, ലെങ്ത് തന്നെയല്ലേ. അതായത് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ലെങ്ത് തന്നെയാണ് ആക്ച്വലി അല്ലേ, രണ്ട് പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഏരിയയുടെ ഡയമെൻഷൻ ഫോർമുല എഴുതാനായിട്ട് ഏരിയ = ഡയമെൻഷൻ ഓഫ് L ഇൻറ്റു ഡയമെൻഷൻ ഓഫ് L. അപ്പോൾ എന്ത് കിട്ടൂടാ, ഡയമെൻഷൻ ഓഫ് L² അല്ലേ. അപ്പോൾ നമ്മളത് സ്റ്റാൻഡേർഡ് ഫോർമുല ആയിട്ട് എങ്ങനെ എഴുതും, M⁻0, L⁻2, T⁻0. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് ഡെൻസിറ്റി നോക്കാം. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ് മക്കളെ, ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, മാസ് ബൈ വോളിയം അല്ലേ. അപ്പോൾ മാസ് എത്രയാണ്, M ബൈ വോളിയം ഈസ് L3. അപ്പോൾ എന്തോരൂടാ, M L⁻3 T⁻0. ഓക്കെ, ഇതാണ് ഡയമെൻഷൻ ഫോർമുല ഓഫ് ഡെൻസിറ്റി. നമ്മൾ റോ എന്നല്ലേ കാണിക്കുന്നത്. ഇപ്പോൾ റോ = എന്തോരൂടാ, M L⁻3 T⁻0. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, വിച്ച് ഈസ് കോൾഡ് homogeneity principle. Okay, principle of homogeneity, very important for your examination perspective. You must learn this. Okay, നിങ്ങൾ എന്തായാലും ഇത് ലേൺ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് ഇത്രയേ ഉള്ളൂടാ. അതായത് മക്കളെ, നമുക്കിപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് നമുക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം അല്ലേ. നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്തുകൂടെ? ചെയ്യാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേടാ, നമ്മൾ മാസിനെ ഒരിക്കലും ലെങ്തുമായിട്ട് ആഡ് ചെയ്യാറില്ല, ലെങ്തിനെ ഒരിക്കലും ടൈമായിട്ട് ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റൂ അല്ലേ. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അഡിഷനോ സബ്ട്രാക്ഷനോ ചെയ്യുമ്പോൾ വി ഹാവ് ടു യൂസ് ദ സെയിം ഡയമെൻഷൻ ഫോർമുല
ക്വാണ്ടിറ്റീസ് അല്ലേ, സെയിം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് വേണം നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി. ഓക്കെ, ദെൻ ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു dimension of A is equal to dimension of B is equal to dimension of C. This is called the principle of homogeneity. Okay, അപ്പോൾ in an equation each term has the same dimension formula of the other. Okay, ഓരോ ടേമിനും എന്തായിരിക്കണം അവിടെ, ഓരോ ഡയമെൻഷൻ ഫോർമുല ആയിരിക്കണം. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ അവിടെ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് എന്തെന്ന് വിളിക്കുന്നത്, ഹോമോജെനിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ V is equal to U plus AT. ഓക്കെ, ദിസ് ഈസ് എൻ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോടാ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി പറയുന്നത് എന്താണ്, ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഇക്വേഷൻ്റെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ എന്തായിരിക്കണോടാ, ഈക്വൽ ആയിരിക്കണം അല്ലേ. ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് യു ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് AT. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം മക്കളേത്, dimension of u is equal to dimension of v is equal to dimension of AT. Then it is dimensionally correct. Okay, എങ്കിൽ അത് എന്തായിരിക്കും, ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാടാ, ഡയമെൻഷൻ ഓഫ് u എന്താണ്, u is velocity അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടൂടാ, L t raised to -1. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് വി എന്താണ്, അതും വെലോസിറ്റി തന്നെയാണ്. അതും അപ്പോൾ എന്താണ്, L t raised to -1 ആണ്. അപ്പോൾ ഈ ബിയും യു ഒക്കെ എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലേ. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിനെ L ആയിട്ട് കൊടുക്കാം ബൈ ടൈം t. ഇപ്പോൾ എന്ത് കിട്ടൂടാ, L t raised to -1. ഓക്കെ, ദിസ് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്ത് കിട്ടും മക്കളെ, L t raised to -1, L t raised to -1. വാട്ട് ഈസ് എ ആക്സിലറേഷൻ, ആക്സിലറേഷൻ ഈസ് വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ. അപ്പോൾ വെലോസിറ്റിയുടെ ടൈം ഡയമെൻഷൻ എന്തായിരുന്നു, L t raised to -1 ബൈ t. അപ്പോൾ എന്ത് കിട്ടൂടാ, L t raised to -2. അപ്പോൾ എന്ത് കിട്ടും, L t raised to -2 ഇൻറ്റു ടി എന്ന് കിട്ടും അല്ലേ. ടി മീൻസ് ഫോർ ടൈം അല്ലേ. അപ്പോൾ എന്ത് കിട്ടൂടാ, ഇത് L t raised to -1. അപ്പോൾ ATയുടെ ഡയമെൻഷനും എന്തായിട്ട് കിട്ടിയടാ, AT ഡയമെൻഷൻ എന്തായിട്ട് കിട്ടി, L t raised to -1 ആയിട്ട് കിട്ടി അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ V is equal to U plus ATയിൽ നമുക്ക് ഓരോ പർട്ടിക്കുലർ പോർഷൻ്റെയും ഡയമെൻഷൻ എന്തായിട്ട് കിട്ടി, ഈക്വൽ ആയിട്ട് കിട്ടി. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവ്. പ്ലീസ് ലേൺ ദിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി പറയുന്നത് എന്താണ്, ഇഫ് ആൻ ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് A is equal to B plus C, then dimension of A is equal to dimension of B is equal to dimension of C. Okay, the same physical quantities having the same dimension can be added, subtracted, okay, and equated. Okay, understood? Is there any doubt? Okay. Okay, then ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, whether this is dimensionally correct or not. Okay, we have to check this. So in this v square, what is v square? What is v square? V square is L t raised to -1 the whole square. That is L square t raised to -2. What is u square? Same, L square t raised to -2. What is as? Constant in a dimension formula എന്താണ്?
കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ ഫോർമുല ഇല്ല, ഡയമെൻഷൻ ലെസ് ആണ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എസ് എന്ത് വരോടാ? എ എസ് എൽ ടി റൈസ് ടു -2 ഇൻറ്റു എൽ, ദാറ്റ് ഈസ് എൽ ടി റൈസ് ടു -2. കണ്ടോ? അപ്പോൾ എല്ലാ ഡയമെൻഷനും ഈക്വൽ ആയില്ലേ, എല്ലാ ടൈമിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയില്ലേ. അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു a plus at square plus bt square plus x is equal to a plus bt plus c t square. Okay, but it's a dimension of a, b and c. Okay, so we have an equation where x is in meter and t is in time, seconds. ഓക്കെ, അപ്പം ടി എന്ന് പറയുന്നത് സെക്കൻഡ്സിലാണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? മീറ്ററിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയമെൻഷൻ ഓഫ് എ, ബി ആൻഡ് സി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നാൽ ഹൗ വിൽ യു സോൾവ് ദീസ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ദറ്റ് ഇസ് ബേസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മക്കളെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നതെന്ന് വെച്ചാൽ ഓരോ ഇക്വേഷൻ്റെ കേസിലും അതിൽ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, അല്ലേ? അപ്പോൾ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വാട്ട് വി ക്യാൻ സേ? ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, പറഞ്ഞേ, dimension of A is equal to dimension of BT is equal to dimension of CT square. Okay, this is the thing that we can write it based on principle of homogeneity. Okay, then what is the dimension of x? X ന്റെ dimension എന്തായിരുന്നു? X ന്റെ dimension length ആണ് L. So A യുടെ dimension എന്തായിരിക്കും? L തന്നെ ആയിരിക്കും. എ ടിയുടെ ഡയമെൻഷൻ, ബി ടിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? അതും എല്ല് തന്നെ ആയിരിക്കും. സി ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? അതും എല്ല് തന്നെ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയടാ, ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെ ഡയമെൻഷൻ കിട്ടി, അല്ലേ? അപ്പോൾ ഓരോന്നിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ കിട്ടിയേ? എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ, അല്ലേ? എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എ എന്താണ് കിട്ടിയേ? എക്സിൻ്റെ ഡയമെൻഷൻ എന്താ കിട്ടിയേ? എക്സിൻ്റെ ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു എ ടിയുടെ ഡയമെൻഷൻ. അപ്പോൾ എയുടെ ഡയമെൻഷൻ എന്ത് കിട്ടൂടാ? എക്സിൻ്റെ ഡയമെൻഷൻ ബൈ ടിയുടെ ഡയമെൻഷൻ. അപ്പോൾ എക്സിൻ്റെ ഡയമെൻഷൻ എന്താണ് നമുക്കുള്ള എല്, ടിയുടെ ഡയമെൻഷൻ ടി റൈസ് ടു -1. സി ഇപ്പോൾ എയുടെ ഡയമെൻഷൻ എന്ത് കിട്ടിയടാ? സോറി, ബി ടി അല്ലേ? സോ ബി ടി അല്ലേ? ഇപ്പോൾ ബിയുടെ ഡയമെൻഷൻ എന്ത് കിട്ടി മക്കളെ? എൽ ടി റൈസ് ടു -1. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ബിക്കോസ് ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്, ദെയർഫോർ ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ത് ചെയ്യണോടാ? സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. സോ ദാറ്റ് നമുക്കിവിടെ എങ്ങനെ എഴുതാം? എൽ ടി റൈസ് ടു -1 ഈക്വൽ ടു ബി എന്ന് എഴുതാം. ഓക്കെ, എൽ ടി റൈസ് ടു -1 ഈക്വൽ ടു ബി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാടാ? സിയുടെ അത് കണ്ടുപിടിച്ചൂടെ? സി ഈസ് ഈക്വൽ ടു എന്ത് വരും? സി ഈസ് ഈക്വൽ ടു എൽ ബൈ ടി സ്ക്വയർ, എൽ ടി റൈസ് ടു -2. ദിസ് ഇസ് എ ഡയമെൻഷൻ ഫോർമുല ഫോർ സി. അണ്ടർസ്റ്റുഡ്? മനസ്സിലായോടാ? ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ? യെസ്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം.